ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയും ബി.ആർ. അംബേദ്കറിന്റെ ഓർമ്മദിനം സമുചിതമായി ആചരിച്ചു. പുതിയകോട്ടയിലെ മാന്തോപ്പ് മൈതാനിയിലായിരുന്നു പുഷ്പാർച്ചനയും അനുസ്മരണ യോഗം. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജനാധിപത്യ അവകാശങ്ങൾ ഉറപ്പു നൽകിയ ഭരണഘടനയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ രാജ്യത്തിന് സംഭാവന നൽകിയതെന്ന് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബി.പി. പ്രദീപ് കുമാർ പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളെയും ഏകോദര സഹോദരന്മാരായി ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കൊടികുത്തിയ ജാതി വ്യവസ്ഥകൾക്കിടയിൽ നിന്നും പാവപ്പെട്ടവനെ, പിന്നോക്കം നിൽക്കുന്നവനെ, അവൻ്റെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാനും അതിന് ഭരണഘടനാപരമായ മൗലികമായ അവകാശങ്ങൾ അവനെ എഴുതി ചേർത്തുകൊണ്ട് അതിനുള്ള എല്ലാ പരിരക്ഷയും നൽകിക്കൊണ്ടുള്ള ഒരു മഹത്തായ ഭരണഘടന ഈ രാജ്യത്തിനുണ്ടാക്കിയെടുക്കാൻ ആ ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി ബി.ആർ. അംബേദ്കർ എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗത്തിൻ്റെ അധസ്ഥിത വിഭാഗത്തിലൊരു ഒരു പ്രതിനിധിയായി അദ്ദേഹത്തിന് അത് ഏൽപ്പിച്ചതുകൊണ്ടാവാം ഒരു മഹത്തായ ഭരണഘടന ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയാണ് രാജ്യത്തിനുള്ളതെങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരിയുടെ പ്രവൃത്തികൾ കൊണ്ട് അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമെന്ന ആശങ്ക അംബേദ്കറിനുണ്ടായിരുന്നുവെന്നത് ഇപ്പോൾ നരേന്ദ്രമോദിയിലൂടെ തെളിയിക്കപ്പെട്ടുവെന്നും പ്രദീപ് ചൂണ്ടിക്കാട്ടി. ഏറ്റവും മോശമായ ഒരു ഭരണാധികാരിയുടെ കയ്യിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ബി.ജെ.പിയുടെയും RSSന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന പഴയ ആ ഫ്യൂഡൽ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന അത്തരമൊരു ഭരണാധികാരിയുടെ കയ്യിലേക്ക് ഈ ഭരണഘടന വന്നു ചേരുമ്പോൾ അത് മാറ്റിമറിക്കാൻ, അത് തിരുത്തി എഴുതാനുള്ള ഒരു വ്യഗ്രത അവർ കാണിക്കുമ്പോൾ തീർച്ചയായും ഈ കാലഘട്ടത്തിൽ അത് തിരുത്താൻ കൂടി നമുക്ക് കഴിഞ്ഞു എന്നത് രാഹുൽ ഗാന്ധി നിരന്തരമായി ഭരണഘടന കയ്യിൽ ചേർത്ത്. അംബേദ്കറിന്റെ 68ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്തോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രദീപ്. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രമേശൻ വേളൂർ അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് കെ.പി. ബാലകൃഷ്ണൻ, മത്സ്യത്തൊഴിലാളി ജില്ലാ പ്രസിഡന്റ് കെ.കെ. ബാബു, ബഷീർ ആറങ്ങാടി, പി. തമ്പാൻ, എൻ.കെ. രത്നാകരൻ, വിനോദ് ആമിക്കര, ഷിബിനു പിലിക്കൈ, സിജു അമ്പാട്ട്, എച്ച്.ആർ. വിനോദ്, പി. സുരേഷ് ബാബു, രവീന്ദ്രൻ, അജാനൂർ കടപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. അനിൽ വാഴുന്നോറടി സ്വാഗതവും എം. കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.